എനിക്കെന്ത് ഇവിടെ വെക്കാൻ പാടില്ലേ? അല്ല, ചുമ്മാ ചോദിച്ചതാ. നിന്റെ ചുമ്മാ ചോദ്യം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഈടായിട്ട്. ചേട്ടൻ തോന്നുന്നതാ. നീ ഒന്ന് പോയേ. ചേട്ടാ ചേച്ചി വിളിച്ചായിരുന്നോ? ഇല്ല, ചേച്ചി വിളിച്ചില്ല. ചേച്ചി ആത്താര് അല്ലേ? ആ ചേച്ചി അല്ല, ചേട്ടന്റെ മെർലിൻ ചേച്ചി. ചേച്ചിയാ? ഇതിനെ ഇന്ന് ഞാൻ നോക്കിയോ. ഞാൻ ഒരു ദിവസം ഞാൻ തൂക്കി. ഹായ് ചേച്ചി. ഹായ് പാറു. ഹായ് മെർലിൻ ചേച്ചി. ചേട്ടാ ചേട്ടന്റെ ചേച്ചി വന്നു. ചേട്ടാ ചേട്ടന്റെ ചേച്ചി ചിരിച്ചോണ്ടായിരുന്നു. ചിരി കുറച്ചുകൂടെ ചിരി. എന്താ യേശു? എന്താ കേശു? തനിക്കറിയോ ഇപ്പൊ അവരൊക്കെ പറയണത് താൻ എന്റെ ചേച്ചിയാണെന്നാണ്. അതൊക്കെ ചുമ്മാ തമാശ പറയുന്നല്ലേ. ആ തമാശ പറയണതാണ് എന്റെ പ്രശ്നം. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇതിനെന്ത് പരിഹാരം കാണാനാ? എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് കേശുവിന് ശേഷം പോയി ജനിക്കാൻ പറ്റോ? ഇല്ലല്ലോ. കേശുവിന് പറ്റുമെങ്കിൽ പോയി ചെയ്തിട്ടോ. തമാശ തമാശയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിലോ? എന്ത് പരിഹാരം? ഞാൻ കൊണ്ടുവരാൻ പോകുന്ന സാധനമൊക്കെ ഇതിനകത്തുണ്ടാ. SSLC ബുക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ലേ? അതൊക്കെ ഉണ്ട്. ഇതെന്തിനാ? എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പക്ഷെ ഇതും കൊണ്ട് എന്ത് ചെയ്യാനാ? നമ്മള് തന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകും. എന്തോന്ന്? ഒന്ന് തിരുത്താൻ പോണം. അയ്യേ, നിന്റെ വെളിവൊക്കെ പോയാ? വെളിവുള്ളോണ്ടാണ് പറയണത്. എടോ, താൻ എന്നെക്കാളും ഒരു ദിവസം ശേഷമാണ് ജനിച്ചത് എന്ന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിലാക്കും. നടക്കൂല, പറ്റൂല. എന്ത് പറ്റത്? എന്റെ കേശു അതങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. പേരൊക്കെ ആണെങ്കിൽ മാറ്റാൻ പറ്റും. ഇത് ഹോസ്പിറ്റൽ റെക്കോർഡൊക്കെ ഉള്ളതല്ലേ? അതൊന്നും പറ്റൂല, മാറ്റണം. എന്നൊരു കഞ്ചി കേശു പോയി മാറ്റിക്കോ. കേശുവിന്റെ സർട്ടിഫിക്കറ്റ് പോയി മാറ്റിക്കോ. അതൊന്നും പറ്റൂല. എന്നാ ഇതൊന്നും പറ്റൂല. തനിക്ക് എന്നോട് ഇച്ചിപ്പോലും സ്നേഹമില്ലല്ലേ? പിന്നെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിട്ടല്ലേ സ്നേഹം കാണിക്കുന്നത്. ഇങ്ങനത്തെ അവസരങ്ങളിൽ അങ്ങനെ സ്നേഹം കാണിക്കാം. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. മെർലിനെ, ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? ചുമ്മാ അകത്തേക്ക് വാ. നമുക്കേ ഇന്നേ മട്ടൻ കറി വെക്കാം. കഴിഞ്ഞ ദിവസം വെച്ച ബീഫിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. സെറ്റാക്കാം. വേറെ വേലയൊന്നും ഇല്ല. ഇല്ല, അതുകൊണ്ടല്ലേ പാറ് വിളിച്ചപ്പോ ഇങ്ങ് പോന്നേ. ഇവനെന്താ പറഞ്ഞോണ്ടിരുന്നേ? ഒന്നുമില്ല, പേഴ്സണൽ മാറ്റർ. പേഴ്സണൽ മാറ്ററാ? ആണോ മെർലിനെ? ഇവനെ ഈ സർട്ടിഫിക്കറ്റിലെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റണം. മറ്റേ പ്രായം കൂടിയതിന്റെ പ്രശ്നം. എന്റെ മെർലിനെ ഞാൻ ഇവൻ എത്ര തവണ പറഞ്ഞ് മനസ്സിലാക്കിയതാന്ന് അറിയോ? പ്രായമൊക്കെ ഒരു പ്രശ്നമാണോ യേശു? ഫോർ എക്സാമ്പിൾ, സച്ചിന്റെ ഭാര്യ സച്ചിനേക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്രയും നിക് ജോനാസും അവർ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടെന്ന് അറിയോ? മണ്ടൊക്കെ പറ, മനസ്സിലാവണ്ടേ? ഇതൊക്കെ ഞാൻ കൊറേ പറഞ്ഞതാ, ഇവന് മനസ്സിലാവുന്നില്ലെന്നേ. എങ്ങനെ മനസ്സിലാവും? പപ്പ് കുഞ്ഞല്ലേ, ഉള്ള പിള്ള. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വകതിരിവൊക്കെ അവന് വേണ്ടേ? മെർലിൻ വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇല്ലെങ്കിലും നീ ഇവനെക്കാളും മൂത്തല്ലേ 6 മാസത്തിന്. പിന്നെ ചേച്ചി പറഞ്ഞൊക്കെ കേട്ട് പഠിച്ചോളണം, കേട്ടല്ലോ? എന്താ? അപ്പൊ പിന്നെ നിങ്ങള് സംസാരിക്കട്ടെ, ഞാൻ വരാം. ലച്ചു ചേച്ചിക്ക് ഈ കാര്യം എത്ര പോസിറ്റീവായിട്ട് എടുക്കണല്ലേ? പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടാണല്ലോ എടുക്കുന്നേ. സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറ്റുമോ? ഇല്ലേ? പറ്റൂല. എന്നാ പിന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ബയോ തിരുത്താൻ പറ്റുമോ? അതും പറ്റില്ല. ഇല്ല. സർട്ടിഫിക്കറ്റ് ആയിട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെന്തോ കാര്യത്തിനാണ്. ഞാൻ പോന്നു. பெரிய பெரிய கணக்கு தான். പഠിച്ചു കഴിഞ്ഞാ? இல்ல, கூட்டிட்டே இருக்கேன். ആന്റീനെയാണോ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരുത്തിയിട്ട് പോയത്? இல்ல, பார்வதான். പാറു എന്ത് എന്നിട്ട്? பாருக்கு ஏதோ டவுட், அவளோட ஃப்ரெண்ட் கூப்பிட போனா. ഫ്രണ്ടിനെ കൂപ്പിട പോണം? ഏത് ഫ്രണ്ട്? ரோஹன். ഇപ്പൊ ഓരോ സംശയം ഒന്നും പറഞ്ഞ് ഫ്രണ്ടിനെ ഫോൺ വിളി ഇച്ചിരി കൂടുതലാ കൊച്ചിന്. ശരിയാക്കി കൊടുക്ക. എന്നിട്ട് കൂട്ടി കഴിഞ്ഞാ? இல்ல, இனி 4 கூட இருக்கு. 26 + 9. എന്താണ്? എന്താണ്? എന്റെ മറ്റേ പ്രായത്തിന്റെ ആ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്താ? അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു.
എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത്? അതൊക്കെ ചെയ്ത് പറയടാ. പറ്റൂല. എടാ എന്താടാ അറിയാൻ വേണ്ടിയില്ല ചോദിക്കുന്നത്, പറ. അറിയില്ല. നീ ഇതോടെ പോയതാ കൊച്ചേ? എവിടെ പോയതാന്ന്? ഞാൻ പഠിക്കാൻ പോയതാണ് ഇവിടെ. ചേച്ചി ചേച്ചി ബാക്കി പഠിപ്പിക്ക്. ചേച്ചി ബാക്കിയൊക്കെ പിന്നെ പഠിപ്പിക്കാം. ആദ്യം നീ റോഹന്റെ അടുത്ത് ചോദിച്ച ഡൗട്ട് എന്താ? ഇവിടെ ഞാനും കേശോട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിനക്കെന്താ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാ? ഈടായിട്ട് ചിക്കുമാവയ്ക്ക് കുഞ്ഞിപ്പപ്പിയെ കോൾ ചെയ്യണത് കുറച്ച് കൂടുന്നുണ്ട്. സംശയം ചോദിക്കില്ല. എന്ത് സംശയം ചോദിച്ചേ? റോഹൻ എന്നെക്കാളും മൂത്തതാ, അത് ചോദിക്കാൻ പോയതാ. കണ്ടാ എന്തുകൊണ്ടാന്ന്? ലച്ചു ചേച്ചി അമ്മായിയും പറയണ കേട്ടിട്ടാണ് ഈ പിള്ളേർ ഓരോന്ന് ഇങ്ങനെ കാണിക്കണേ. കിണി അല്ലാതെ നീ കാണിച്ചു കൂട്ടിയിട്ടൊന്നും അല്ല, ഉള്ള കോഴിത്തരം മൊത്തം കാണിച്ചിട്ട്. ഞാൻ എന്തൊരു കാണിച്ചു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.